ഭാഗമായി ഓൺടർപ്രണർഷിപ്പിന്റെ സെക്കൻഡ് ലെസൺ ആണ് കവർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ലെസൺ ഓൺടർപ്രണറിയൽഷിപ്പ് മൈൻഡ് സെറ്റിനെ പറ്റിയായിരുന്നു. നിങ്ങൾ എന്ത് ഐഡിയ ചിന്തിക്കുന്നതിന് മുന്നേയും നിങ്ങൾക്ക് ഓൺടർപ്രണർഷിപ്പ് മൈൻഡ് സെറ്റ് എന്താണെന്ന് ആദ്യം അറിയണം. അത് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ പറ്റൂ. ആ മൈൻഡ് സെറ്റ് ഇല്ലാതെ നിങ്ങൾ ഐഡിയ ജനറേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നിങ്ങൾ അതിന്റെ പ്രോഫിറ്റ്സിനെ പറ്റിയും നിങ്ങൾ അതിന്റെ മാർജിൻസിനെ പറ്റിയും ഒരു ടെർമിനോളജീസിനും അറിയാതെയാണ് നിങ്ങൾ ഒരു ഐഡിയ എടുക്കുന്നത്. അതായത് ഈ വേൾഡിൽ ലാക്സ് ഓഫ് ഐഡിയാസ് ഉണ്ട്. ആ ഐഡിയാസ് ഒന്നും പലരും എക്സിക്യൂട്ട് ചെയ്യാറില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ പൊട്ടൻഷ്യൽ ഉണ്ട്. എല്ലാ ഐഡിയാസും അതിൻ്റെതായിട്ട് വാല്യൂസ് ഉണ്ട്. അതേപോലെ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത്ര പ്രോഫിറ്റ് ആയിരിക്കും, ഇത്ര ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇത്ര മാർക്കറ്റ് ഇതിനുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ ഐഡിയാസും നിങ്ങളെ മൈൻഡിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സക്സസ്ഫുൾ ബിസിനസ് ഓർ സ്റ്റാർട്ടപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെസൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം തന്നെ എന്നെ പറ്റി 2 വാക്ക് പറയാം. ഞാൻ ആണ് ഈ ഇന്ത്യൻ സിഇഒ സ്കൂളിന്റെ സിഇഒയും അതേപോലെ തന്നെ ഞാനൊരു IIT മദ്രാസ് അലുമിനി കൂടിയാണ്. അതിന് പുറമെ സ്റ്റാർട്ടപ്പിൽ കോർപ്പറേറ്റ് ലൈഫും അതേപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ലൈഫും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ കിട്ടിയിട്ടുള്ള കുറച്ച് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു നോളജ് ആണ് ഞാൻ ഇവിടെ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഐഡിയാസിനെ ജനറേറ്റ് ഐഡിയാസ് എന്ന് പറയുന്നത് പലർക്കും ഉണ്ടാവും. അതായത് ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ ജീവിക്കുന്ന ഒരു സമൂഹമാണിത്. പലർക്കും പല ഐഡിയാസ് ഉണ്ടാവും, പക്ഷെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഐഡിയാസിനെ ഒരു എക്സിക്യൂഷനിലേക്ക് എത്തിക്കാൻ കഴിയില്ല. കാരണം ഐഡിയാസ് ചിന്തിക്കേണ്ടതും അതേപോലെ തന്നെ ചിന്തിക്കാനുള്ള മൈൻഡ് സെറ്റും വളരെ വിരളമായിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അവരത് പലപ്പോഴും അവർക്ക് ഓൺടർപ്രണറിയൽഷിപ്പ് മൈൻഡ് സെറ്റ് 3 ഘടകങ്ങളായിട്ടുള്ള റെസിലിയൻസ്, റിസ്ക് ടേക്കിംഗ്, ഇന്നവേഷൻ ഇങ്ങനെയുള്ള 3 മൈൻഡ് സെറ്റുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിട്ടുള്ള പെയിൻ പോയിന്റ്സിലൂടെ അവർ കടന്നു പോകുമ്പോഴും അല്ലെങ്കിൽ സ്ട്രഗിലൂടെ കടന്നു പോയത് കൊണ്ടും അവർക്ക് കിട്ടുന്നത് കൊണ്ടാണ് പല ആൾക്കാരും ബിസിനസ് ചെയ്യുമ്പോൾ വിജയിക്കുന്നതും അതേപോലെ തന്നെ ഫെയിൽ ആവുന്നതും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ജോബ് മൈൻഡ് സെറ്റ് ഉള്ള പലർക്കും പല സ്റ്റാർട്ടപ്പുകൾ ചെയ്താലും അവർക്ക് വിജയിക്കാൻ കഴിയില്ല. കാരണം ആ വിജയം കരസ്ഥമാക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു മൈൻഡ് സെറ്റ് വേണം. ആ മൈൻഡ് സെറ്റിലൂടെ നമ്മളെ ബ്രെയിനെ റിവയർ ചെയ്തതിന് ശേഷം നമ്മൾ ഐഡിയാസിനെ പറ്റി ചിന്തിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് സക്സസ്ഫുൾ ബിസിനസ്സസ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഇതിന് ഫസ്റ്റ് ബ്രെയിൻ സ്റ്റോമിങ് സെഷൻസ് ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഘടകം. അതിൽ മേജർ 2 ടെക്നിക്സുകളാണുള്ളത്, സ്കാംപർ ടെക്നിക്സും മൈൻഡ് മാപ്പിംഗ് ടെക്നിക്സും. ഇത് ഭയങ്കര വെൽ നോൺ ആയിട്ടുള്ള ടെക്നിക്സ് ആണ്. സ്കാംപർ ടെക്നിക്സ് എന്ന് പറയുന്നത് പലർക്കും അറിയാമായിരിക്കാം, എന്നാലും അറിയാത്തവർക്കായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു എക്സാമ്പിൾ വഴി പരിചയപ്പെടുന്നതാണ്. സ്കാംപർ മീൻസ് സബ്സ്റ്റിറ്റ്യൂട്ട്, കമ്പൈൻ, അഡാപ്റ്റ്, മോഡിഫൈ, പുട്ട് ടു അനദർ യൂസ്, എലിമിനേറ്റ്, റിവേഴ്സ്. ഇതിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് സ്കാംപർ. ഈ ഒരു ടെക്നിക് നമ്മളുടെ ഏത് ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും നമുക്ക് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ചിന്തിക്കാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് മൈൻഡ് മൈസ്ട്രോ എന്നുള്ള ഒരു ടൂളാണ്. അത് സ്കാംപർ ടെക്നിക്സ് എങ്ങനെ ഈ ടൂൾ വഴി നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ഫസ്റ്റ് നമ്മളെ എക്സാമ്പിൾ ഇന്നിപ്പോ ഞാൻ ഓൾറെഡി ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഹോം കെയർ സ്റ്റാർട്ടപ്പിലാണെന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു നോർമൽ ഹോം കെയർ സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഹോം കെയർ ബിസിനസ് ഉള്ളത് അതൊന്ന് കുറച്ച് ഇന്നവേറ്റീവ് ആയിട്ട് നമുക്ക് ചിന്തിക്കണം. ആ ചിന്തിക്കാൻ വേണ്ടി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇൻ പേഴ്സൺ വിസിറ്റ്സ് ആണ് നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ പേഴ്സൺ വിസിറ്റ് വിത്ത് ടെലിഹെൽത്ത് സർവീസസ് ഫോർ നോൺ എമർജൻസി കേസസ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതേപോലെ തന്നെ കമ്പൈൻ ആണെന്നുണ്ടെങ്കിൽ ആഡ് വെൽനസ് മാനേജ്മെന്റ് ലൈക്ക് ന്യൂട്രീഷൻ, മെന്റൽ ഹെൽത്ത്, ഫിസിയോതെറാപ്പി ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം
ഈ ഹോം കെയറിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം, ആഡ് ചെയ്യാം. പിന്നെന്ന് പറഞ്ഞാൽ അഡാപ്റ്റ്, എന്ത് നമുക്ക് നമ്മളെ സർവീസസിനെ എങ്ങനെ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ബിസിനസ് പിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ കൂടുതൽ ഇന്നോവേറ്റീവ് ആവാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഒരു സാധാരണ ഒരു ഹോം വിസിറ്റോ അല്ലെങ്കിൽ ഒരു ഹോം കെയറിൽ കൊടുക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഒരു പേഴ്സണലൈസ്ഡ് കെയർ പ്ലാൻ ഫോർ പേഴ്സൺ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഫേവറേറ്റ് മീൽ, അവരുടെ പ്രിഫറൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താണ് കുറച്ചും കൂടി അഡാപ്റ്റീവ് ആയിട്ടുള്ള മോഡലായിരിക്കും. മോഡിഫൈ, അതായത് നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ട് സിസ്റ്റത്തിന് എന്തൊക്കെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മോഡലിലേക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു സ്കെഡ്യൂളിംഗ് സിസ്റ്റം ഫോർ പേഷ്യൻസ് ക്യാൻ സെറ്റ് ദെയർ കെയർ ഗിവിംഗ് സ്കെഡ്യൂൾ, കലണ്ടർ, ഇങ്ങനെ പല രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ സർവീസസിനെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സർവീസസിനെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മോഡൽ കിട്ടും. പിന്നെ പുട്ട് ടു അനദർ യൂസ്, ഫോർ എക്സാമ്പിൾ നമുക്ക് കുറെ ഡേറ്റ ഉണ്ട്, കെയർ ഗിവേഴ്സ് എന്നും അവരെ പോയി വിസിറ്റ് ചെയ്യുന്ന സമയത്ത് പല ഡേറ്റാസ് അവരുടെ കയ്യിലുണ്ടാവും. ആ ഡേറ്റാസ് എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്കൊരു വെൽനസ് ഇൻഡെക്സ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ പിന്നെയും കൂടുതൽ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഡക്ട്സ് ഇവർക്ക് റെക്കമെൻഡ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഈ ഡേറ്റ വെച്ചിട്ട് എന്ത് ചെയ്യാം, പിന്നെയും കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. എലിമിനേറ്റ്, നമ്മൾ എന്ത് എലിമിനേറ്റ് ചെയ്താലാണ് നമ്മളെ ബിസിനസ് കൂട്ടാൻ പറ്റുക. ഈ ഇതിൽ ഒരു എക്സാമ്പിൾ എന്ന് പറയണമെങ്കിൽ കെയർ ഗിവേഴ്സ്, അതായത് കെയർ ഗിവേഴ്സിന് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രോപ്പറായിട്ട് റേറ്റിംഗ്, ക്വാളിറ്റി മാനേജ്മെന്റ് ചെയ്തിട്ട് കെയർ ഗിവേഴ്സ്, ലോ റേറ്റിംഗ് ഉള്ള കെയർ ഗിവേഴ്സ് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു ബിസിനസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. റിവേഴ്സ്, എന്ത് റിവേഴ്സ് ചെയ്താലാണ് നമുക്ക് കസ്റ്റമേഴ്സിന് ഹൗ ടു റിവേഴ്സ്, അതായത് നമുക്ക് റിവേഴ്സ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം, ഒരു റിവേഴ്സ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് എങ്ങനെ സ്റ്റാർട്ടപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് ഫാമിലീസ്, അതായത് കെയർ ഗീവേഴ്സ്, പേഷ്യൻസ് മാത്രമല്ല അവരുടെ ഫാമിലീസ് ഇതിൽ ഇൻവോൾവ് ആണ്. ഈ ഫാമിലീസിനെ കൂടെ എൻഗേജ് ചെയ്യിപ്പിക്കുക, കസ്റ്റമർ പ്ലാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ചും കൂടി പേഴ്സണലൈസ്ഡ് ഫാമിലി പ്ലാൻസ് ഇതിൽ കൊണ്ടുവരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ടപ്പ് പിന്നെയും ഗ്രോ ചെയ്യാൻ പറ്റും. അത് കെയർ മാനേജേഴ്സിനെ കൊണ്ട് അപ്ഡേറ്റ് ചെയ്യുക. ഇങ്ങനെ സ്കാമ്പർ എന്ന് പറഞ്ഞിട്ട് ഇത് ഏതും, ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഓറഞ്ച് ബിസിനസ് ഉണ്ട്, അത് ഓറഞ്ച് ജ്യൂസ് ആക്കണം. അതേപോലെ തന്നെ പല ടൈപ്പ് ഓഫ് കാര്യങ്ങൾക്ക്, ഏത് ടൈപ്പ് ഓഫ് ബിസിനസ്സിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കാമ്പർ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇന്നോവേറ്റീവ് ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ട്രെൻഡ് ഒബ്സർവേഷൻ ആൻഡ് കസ്റ്റമർ ഇന്ററാക്ഷൻ. അതായത് ഫസ്റ്റ് ബ്രെയിൻ സ്റ്റോം ചെയ്തതിനു ശേഷം നെക്സ്റ്റ് നമ്മൾ പോകേണ്ടത് സർവേസ്, ഇന്റർവ്യൂസ്, ഫീഡ്ബാക്ക് സെഷൻസ്, ഇങ്ങനെ ഇതിന് പല ടൂൾസുകളും ഉണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച് നമ്മൾ കസ്റ്റമേഴ്സുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യണം. ഒരു എക്സാമ്പിൾ ആണ് ടൈപ്പ്ഫോം, ഹോട്ട്ജാർ എന്ന് പറയുന്നത് ഒരു API സ്നിപ്പറ്റ് ആണ്. അത് നമുക്ക് വെബ്സൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈവൻ കസ്റ്റമർ എങ്ങനെയൊക്കെയാണ് വെബ്സൈറ്റിലൂടെ മൂവ് ചെയ്യുന്നത്, എവിടെയൊക്കെ ക്ലിക്ക് ചെയ്യുന്നു, ഇത് മൊത്തം നമുക്ക് എന്തെങ്കിലും പറ്റും, ആനലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കസ്റ്റമറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള കുറെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ ടൂൾസ് വഴി പറ്റുക. അതേപോലെ തന്നെ ഈ ഒരു സംഭവം നമ്മളെ ബിസിനസ്സിനെ നന്നായിട്ടൊരു ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരും. അതുപോലെ ട്രെൻഡ് അനാലിസിസ്, ഗൂഗിൾ ട്രെൻഡ്സ്, സെംബ്രഷ്, ഇങ്ങനെയുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഐഡിയന്റെ ട്രെൻഡ് എങ്ങനെയാണ്, ആൾക്കാർ എത്രത്തോളം സെർച്ച് ചെയ്യുന്നുണ്ട്, എത്ര ക്വയറീസ് ആണ് ഗൂഗിളിൽ വരുന്നത് ആ ഒരു കീവേഡ്സിൽ. സെംബ്രഷ് എന്ന് പറയണമെങ്കിൽ SEO ഒപ്റ്റിമൈസ്, അതായത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, മാർക്കറ്റിംഗ്, ഇങ്ങനെ കാര്യങ്ങളാണ് ഇത് ഉപയോഗിക്കുക. ഇത് വെച്ചിട്ടും വെബ്സൈറ്റിന്റെ നമ്മളെ കോമ്പറ്റീറ്റേഴ്സ് വെബ്സൈറ്റുകളെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും കൂടുതൽ മേജർ കണ്ടന്റ് എവിടെയാണ്, എന്ത് നീഷാണ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത്, ഇതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് മാപ്പിംഗ് എന്ന് പറഞ്ഞൊരു ടൂളും കൂടി ഉണ്ട്. മൈൻഡ് മാപ്പിംഗ് ഈസ് സിമിലർ ടു നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ വഴി ഞാൻ പരിചയപ്പെടുത്താം. ഇവിടെ നമ്മൾ ഹോം കെയർ സ്റ്റാർട്ടപ്പിന് തന്നെ ഒരു എക്സാമ്പിൾ, നമ്മളിപ്പോ ഹോം കെയർ, ഇതാണ് മേജർ കോർ എന്ന് പറയുന്നത്, ഒരു ഐഡിയന്റെ കോർ, സെന്റർ പോയിന്റ് ആണ് ഇത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ചുറ്റോറും നമ്മൾ എന്ത് ചെയ്യണം, ലീഫ് നോട്ട്സ് ഉണ്ടാക്കണം. അതായത് മെയിൻ ബ്രാഞ്ചസ് ആയിട്ടുള്ള മാർക്കറ്റിംഗ്, സെയിൽസ്, കെയർ ഗിവർ സോഴ്സിംഗ്, സർവീസസ്, കസ്റ്റമർ, റവന്യൂ, ടെക്നോളജി, ഓപ്പറേഷൻസ്, ഇങ്ങനെയുള്ള നോട്ട്സ് ഉണ്ടാക്കിയതിനു ശേഷം അതിന്റെ ലീഫ്സ് എന്തൊക്കെയാണ്. ഫോർ എക്സാമ്പിൾ ഇത് ഞാൻ ഓൾറെഡി ചെയ്ത് തന്നെയാണ്, കെയർ ഗിവർ സോഴ്സിംഗ്.
കെയർ ഗിവറിന്റെ സോഴ്സിങ് എവിടെ നിന്നൊക്കെയാണ് വരുന്നത്? നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ്, ആയാസ് ആയിരിക്കാം, സോഷ്യൽ വർക്കേഴ്സ് ആവാം, സ്റ്റുഡൻസ് ആയിരിക്കാം, ഹോസ് പിന്നെ കസ്റ്റമർ പേഴ്സണേഴ്സ് ആരൊക്കെയാണ്? എൽഡേഴ്സ് ആവാം. അതേപോലെ തന്നെ സൺസ് ആൻഡ് ഓർഡർ ഓഫ് എൽഡേഴ്സ് ആർ വർക്കിംഗ് പ്രൊഫഷണൽസ് ആയിരിക്കാം. എൽഡേഴ്സ് ആർ ഇൻ അബ്രോഡ്, NRIസിന് അവരുടെ പാരന്റ്സിനെ നോക്കേണ്ടി വരും. പീപ്പിൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരായിരിക്കാം. പിന്നെ റവന്യൂ എവിടെയാണ് വരുന്നത്? നമുക്ക് ഷോർട്ട് ടേമിന് പ്രൈസ് ഉണ്ടാക്കാം, ലോങ് ടേമിന് പ്രൈസിങ് ഉണ്ടാക്കാം. അതേപോലെ തന്നെ ടെക്നോളജി ആണെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ്, IVR സിസ്റ്റം, ആൻഡ്രോയിഡ്, iOS ആപ്പ് വഴി ഉപയോഗിക്കാം, കോൾ കൂടെ ഉപയോഗിക്കാം. പിന്നെ ഓപ്പറേഷൻസ് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? അതായത് സർക്കുലേഴ്സിനെ ടൈമിൽ സെൻഡ് ചെയ്യണം. അങ്ങനെ എന്ത് പെയിൻ പോയിന്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ അനലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താ പറയുക ബിസിനസിന്റെ ഒരു ഫുൾ പിക്ചർ കിട്ടുള്ളൂ. ഇതന്നെ ഈ ബ്രാഞ്ചസിന് ഇനിയും എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ ലീവ്സ് ഉണ്ടാക്കി വരുമ്പോൾ നമുക്ക് ഒരു പ്രോപ്പർ മൈൻഡ് മാപ്പിംഗ് കിട്ടും. ഇത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, നമ്മളെ മൈൻഡിൽ നിന്ന് പോകൂല. അതേപോലെ തന്നെ ഒരു PPT ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഈ ഒരു സംഭവം. ഇതൊരു 1960കളിൽ കണ്ടുപിടിച്ച ഒരു ടെക്നിക്കാണ് മൈൻഡ് മാപ്പിംഗ്. ഇന്നും പല കമ്പനീസും ഇത് ഉപയോഗിച്ച്, അതായത് വളരെ മുന്നിട്ട് നിൽക്കുന്ന കമ്പനീസ് വരെ ഈ ഒരു മൈൻഡ് മാപ്പിംഗ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് പല പ്രോബ്ലംസും സോൾവ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഐഡിയാസിന്റെ പവർഫുൾ പൊട്ടൻഷ്യലും അതേപോലെ തന്നെ പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഐഡിയാസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നെക്സ്റ്റ്? വാലിഡേഷൻ ആണ്. ഈ ഐഡിയാസിനെ വാലിഡേറ്റ് ചെയ്യണം. അതിന് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള മാർക്കറ്റ് റിസർച്ച് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഒരു മാർക്കറ്റ് റിസർച്ചിൽ തന്നെ ടാം, സാം, സോം എന്ന് പറഞ്ഞിട്ടുള്ള 3 ഘടകങ്ങളുണ്ട്. ഇത് മൊത്തം നമുക്ക് ഗൂഗിൾ വഴി അതേപോലെ തന്നെ ഓൺലൈനിൽ സെർച്ച് ചെയ്തിട്ട് നമുക്ക് പല വെബ്സൈറ്റിലൂടെയും ഈ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? എത്ര ആൾക്കാർ നമ്മൾ ഇന്ത്യയിൽ മൊത്തം വാങ്ങിക്കുന്നുണ്ട്, നമ്മളെ അതായത് ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ എത്ര പേര് ഇതിൽ പൊട്ടൻഷ്യൽ ബയേഴ്സ് ഉണ്ട്, ആ ബയേഴ്സ് എത്ര പ്രൈസ് പോയിന്റിലാണ് ഇത് വാങ്ങിക്കാൻ റെഡി ആവുക, ഇത് മൊത്തം നമ്മൾ എന്ത് ചെയ്യണം? മാർക്കറ്റ് റിസർച്ചിലൂടെ നമുക്ക് എത്ര കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, അതായത് ഇപ്പോൾ ഹോം കെയർ ബിസിനസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ പോർട്രിയ ഉണ്ടാവും, നൈറ്റിംഗേൾസ് ഉണ്ടാവും, അങ്ങനെ പല കോമ്പറ്റീറ്റേഴ്സും ഇതിലുണ്ടാവും. ആ കോമ്പറ്റീഷനെ പറ്റിയിട്ട് പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്ത് അവരുടെ പെയിൻ പോയിന്റ്സ് മനസ്സിലാക്കി എന്താണ് അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, അല്ലെങ്കിൽ എന്താണ് അവരുടെ ബിസിനസ് മുന്നോട്ട് പോകാനുള്ള മെയിൻ ഘടകം, ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും മാർക്കറ്റ് റിസർച്ചിൽ നിന്ന് കിട്ടും. അതേപോലെ തന്നെ ബിൽഡ് എ മിനിമം വയബിൾ പ്രോഡക്റ്റ്, ഒരു MVP ക്രിയേറ്റ് ചെയ്യാം. അതായത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അത് നമ്മളെ കയ്യിൽ വേണം. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വലിയ, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ട്വിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി തുടങ്ങുന്നതിന്റെ MVP എന്ന് പറയുന്നത് അവരുടെ ഒരു പേജ് ആയിരുന്നു. ആ പേജിൽ അവരുണ്ടാക്കിയ റെസ്ട്രിക്ഷൻ ആണ് ഇത്ര വേർഡ്സിൽ എന്ത് ചെയ്യാൻ പാടില്ല, മേലെ ആ ഗ്രൂപ്പിൽ ആരും കമന്റ് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ അവർ ടെസ്റ്റ് ചെയ്ത് ആ പ്ലാറ്റ്ഫോം വെച്ച് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ടെസ്റ്റ് ചെയ്തിട്ടാണ് എന്താ അവർ സ്വന്തമായിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ എന്ത് ചെയ്യണം, നമ്മളും അതേപോലെ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഐഡിയ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ. നമ്മളൊരു ടെക്നോളജി പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് വലിയൊരു രീതിയിലേക്ക് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. അതിന് പല ടൂൾസ് ഉണ്ട്. ബബിൾ, അങ്ങനെ ആപ്പ് ഡെവലപ്മെന്റ്, കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആപ്പ് ഡെവലപ്മെന്റ് അങ്ങനെയൊക്കെ ചെയ്തു തരുന്ന ടൂൾസ് ഉണ്ട്. ആ ടൂൾസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പൈസ കൊടുത്താലും നമുക്ക് വലിയൊരു നഷ്ടം ഉണ്ടാവുന്നില്ല. അത് വെച്ചിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഫീഡ്ബാക്ക് ലൂപ്സ് ആൻഡ് ഇറ്ററേഷൻ, നമുക്ക് പല ഫീഡ്ബാക്കുകളും കസ്റ്റമേഴ്സിന് നിന്ന് കിട്ടിയതിന് ശേഷം അതേപോലെ തന്നെ ഐറ്ററേറ്റ് ചെയ്താണ് ഇതാവാൻ. പ്രോട്ടോടൈപ്പിംഗ് ആൻഡ് MVPs, ഐഡിയേഷൻ ആൻഡ് ഇന്നോവേഷന്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള 2 സെഗ്മെന്റ് ആണ് പ്രോട്ടോടൈപ്പിംഗും MVPs. എന്തുകൊണ്ടാണ് പ്രോട്ടോടൈപ്പ് ചെയ്യുന്നത്? നമുക്ക് ഐഡിയനെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി പല ടൂൾസ് ആണ്, സ്കെച്ച്, അഡോബ് XD, Azure RP, ഇങ്ങനെയുള്ള ഡിസൈൻ ടൂൾസ് വെച്ചിട്ട് നമുക്ക് അതിന്റെ ഡിസൈൻസ് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഡെവലപ്പിംഗ് ആൻഡ് MVP അതും നമുക്ക് ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് ഫീഡ്ബാക്ക് ആൻഡ് ഐറ്ററേഷൻ സെയിം സാധനം തന്നെയാണ്, പക്ഷെ ഇതാണ് മേജർ കണ്ടന്റ് എന്ന് പറയുന്നത്. അത് എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇമെയിൽ ID മെയിലും അയക്കാം. അപ്പോൾ ദാറ്റ്സ് ഓൾ. ദിസ് ഇസ് അരുൺ ആൻഡ് ഐ എം ദ CEO ഓഫ് ഇന്ത്യൻ CEO സ്കൂൾ. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ പലരും എന്താണ് പല ജീവിതത്തിൽ പല
വഴികളിലൂടെ സഞ്ചരിച്ചവരായിരിക്കാം. അവർക്ക് എല്ലാവർക്കും എന്താണ് ഒരു CEO മൈൻഡ് സെറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ടാണ് ഞാൻ എടുക്കുന്നത്. അതിന് എന്നെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിലും ലൈക്ക് ചെയ്തിട്ടാണെങ്കിലും ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യുകയും അതേപോലെ തന്നെ എനിക്ക് പുതിയ കണ്ടന്റ്സ് ഉണ്ടാക്കാനും അതിനുള്ള ഒരു മോട്ടിവേഷനും കൂടിയാവും. താങ്ക് യു. ദാറ്റ്സ് ഓൾ. ഹാവ് എ നൈസ് ഡേ.